ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസാഇലുൽ ഫിഖിലെ അദ്ദർസു ആഷിർ 10ാമത്തെ പാഠം റുഇയാ ഹക്ക്, അത് യഥാർത്ഥ സ്വപ്നമാണ്. എന്തായിരുന്നു? നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് പാഠത്തിൻ്റെ മുന്നിലുള്ള ബോക്സ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ്? നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാൻ എന്തുണ്ട് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൂടി ആലോചിച്ചു. നമുക്ക് നഗാരമടിക്കാം, ഒരു ചെണ്ട പോലുള്ള അടിക്കുന്നൊരു സാധനമാണ്, അതിന് നഗാരമടിക്കാം. ചിലർ പറഞ്ഞു തീ കത്തിക്കാം, അങ്ങനെ തീ കത്തിക്കാമെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. അന്ന് രാത്രി അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. ആരാണ്? അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. ഒരാൾ നഗാരവുമായി വന്നു, അതെനിക്ക് വിൽക്കുമോ എന്ന് അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആഗതൻ, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ആഗതൻ അപ്പം എന്ത് പറഞ്ഞു? ഇതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും വാചകങ്ങൾ ചൊല്ലിക്കൊടുത്തു. പ്രഭാതമായപ്പോൾ അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്ന് സ്വപ്നകാര്യം വിവരിച്ചു. അത് യഥാർത്ഥ സ്വപ്നമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ വാചകങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ചൊല്ലിക്കൊടുക്കൂ, അദ്ദേഹം അദാൻ നിർവഹിക്കട്ടെ, അദ്ദേഹം ഉയർന്ന ശബ്ദത്തിൻ്റെ ഉടമയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അന്ന് മുതലാണ് അദാൻ നിലവിൽ വന്നത്. ഉസ്താദ് തുടർന്നു. അപ്പോൾ ഇത് അദാൻ എന്ന് പറഞ്ഞ ബാങ്കാണ്, ബാങ്ക് നിലവിൽ വന്നത്. ആരാണത്? അതിൻ്റെ വാചകങ്ങൾ സ്വപ്നം കണ്ടത്? അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ആദ്യമായിട്ട് ബാങ്ക് വിളിച്ചത് ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതൊക്കെ ഇതിന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഞാൻ വായിക്കുന്ന പോലല്ല, അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെയാണ് ഇത് വായിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കാം, ആരാണ് സ്വപ്നം കണ്ടത്, ആരാണ് ആദ്യം ബാങ്ക് വിളിച്ചത്. സ്വപ്നക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? അത് യഥാർത്ഥ സ്വപ്നമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കാം. അദാൻ കേൾക്കുന്ന ജിന്നുകളും മനുഷ്യരും മറ്റു വസ്തുക്കളും അന്ത്യനാളിൽ അത് വിളിച്ചവന് സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലുണ്ട്. മനസ്സിലാക്കുക, അന്ത്യനാളിൽ സാക്ഷി നിൽക്കും. ആരൊക്കെ? അദാൻ വിളിച്ചവർ സാക്ഷി നിൽക്കും. ആരൊക്കെയാണ്? അദാൻ കേൾക്കുന്ന ജിന്നുകളും മനുഷ്യരും മറ്റു വസ്തുക്കളും അന്ത്യനാളിൽ അത് വിളിച്ചവന് സാക്ഷി നിൽക്കും. അപ്പോൾ അദാൻ വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന കല്ല്, മുള്ള്, മരങ്ങൾ, എല്ലാ വസ്തുക്കളും അത് വിളിച്ചവന് അന്ത്യനാളിൽ സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലുണ്ട്. അദാൻ കേൾക്കുമ്പോൾ ഇജാബത്ത് ചെയ്യണം. അദാൻ കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇജാബത്ത്. എങ്ങനെയാണ് ഇജാബത്ത് ചെയ്യേണ്ടത്? സാലിഹ് ചോദിച്ചു. അപ്പോൾ അദാൻ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇജാബത്ത് ചെയ്യണം. എങ്ങനെയാണ് ഇജാബത്ത് ചെയ്യേണ്ടത്? അദാൻ വിളിക്കുന്നവൻ ഓരോ വാചകങ്ങളും പറഞ്ഞു തീർന്ന ശേഷം അതുപോലെ ചൊല്ലലാണ് ഇജാബത്ത്. അതായത് നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് അദാൻ കേൾക്കും, ബാങ്ക് കേൾക്കും അല്ലേ? അപ്പോൾ അവിടുന്ന് ഉസ്താദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിർത്തും. അപ്പോൾ അത് നിർത്തിയതിന് ശേഷം അതുപോലെ നമ്മൾ പറയലാണ് ഇജാബത്ത്. അവർ ഓരോ വാചകങ്ങളും പറഞ്ഞ് തീർന്ന ശേഷം അതുപോലെ ചൊല്ലലാണ് ഇജാബത്ത്. അപ്പോൾ നമ്മൾ ഉസ്താദ് നിർത്തിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയാം. പിന്നെ ഉസ്താദ് അടുത്ത് പറയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നിർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും അതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അങ്ങനെ അവർ ഓരോ വാചകങ്ങൾ പറഞ്ഞു തീർന്നതിന് ശേഷം അതുപോലെ ചൊല്ലലാണ് ഇജാബത്ത്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. ഹയ്യാല സ്വലാ. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞാൽ എന്താണ്? ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാ എന്ന് പറയും. 2 പ്രാവശ്യമായിട്ട് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ, എന്നിവ കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ അതുപോലെ പിന്നെ ഹയ്യാല സ്വലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പോൾ അത് 2 പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഇത് പറയാം.
പിന്നെ ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോഴും അതും നമ്മൾ കേൾക്കുമ്പോൾ ഇത് തന്നെ വീണ്ടും പറയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ചോദ്യം വരാം, ഹയ്യാലൽ സ്വലാ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇജാബത്ത് ചെയ്യേണ്ടത്? എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന്. അസ്സലാത്തു ഹൈറും മിനൻ നൗം എന്ന് കേട്ടാൽ സദഖത്ത വബരിർത്ത എന്നാണ് പറയേണ്ടത്. അപ്പോൾ അസ്സലാത്തു ഹൈറും മിനൻ നൗം എന്ന് നിങ്ങൾ ഏതെങ്കിലും ബാങ്ക് വിളിക്കുമ്പോൾ കേട്ടിട്ടുണ്ടോ? ആരെയും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് നമ്മൾ സുബ്ഹി ബാങ്കിൽ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് പറഞ്ഞതിന് ശേഷം സുബ്ഹി ബാങ്കിലാണ് അസ്സലാത്തു ഹൈറും മിനൻ നൗം എന്ന് പറയുക. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മൾ സദഖത്ത വബരിർത്ത എന്നാണ് പറയേണ്ടത്. നമ്മൾ ആ സമയം ഉറങ്ങുമായിരിക്കൂലേ, അപ്പോൾ ആ ബാങ്ക് നമ്മളാരും കേൾക്കൽ കുറവായിരിക്കും. അപ്പോൾ ആ ബാങ്ക് കൊടുക്കുമ്പോൾ ഉസ്താദ് അതിൽ പറയുന്ന ഒരു വാചകമാണ് അസ്സലാത്തു ഹൈറും മിനൻ നൗം. അത് കേട്ടാൽ സദഖത്ത വബരിർത്ത എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇക്കാമത്തിനും ഇജാബത്ത് ചെയ്യണോ? സൽമ ചോദിച്ചു. അപ്പോൾ ബാങ്ക് കഴിഞ്ഞ് നിസ്കാരം തുടങ്ങുമ്പോൾ നമ്മൾ ഇക്കാമത്ത് കൊടുക്കൂലേ, അപ്പോൾ ഇക്കാമത്തിനും ഇതുപോലെ ഇജാബത്ത് ചെയ്യണോ എന്നാണ് സൽമ ചോദിച്ചത്. അതെ, ഇക്കാമത്തിനും ഇജാബത്ത് ചെയ്യണം. ഇക്കാമത്തിനും ഇജാബത്ത് ചെയ്യണം. കദ്കാമത്തിസ്വലാ എന്ന് കേൾക്കുമ്പോൾ, അപ്പോൾ ഇക്കാമത്തിൽ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാക്ക് ശേഷം കദ്കാമത്തിസ്വലാ എന്ന് 2 തവണ പറയും. അത് കേൾക്കുമ്പോൾ അക്കാമല്ലാഹു അദാമഹ വജഅൽനി മിൻ സോലിഹി അഹ്ലിഹ എന്നാണ് പറയേണ്ടത്. പറയാപ്പെടുത്തുക, കദ്കാമത്തിസ്വലാ എന്ന് കേട്ടാൽ അക്കാമല്ലാഹു അദാമഹ വജഅൽനി മിൻ സോലിഹി അഹ്ലിഹ എന്നാണ് പറയേണ്ടത്. ഉസ്താദ് പറഞ്ഞു. സ്ത്രീകളും നിസ്കാരത്തിന് അദാൻ വിളിക്കേണ്ടതുണ്ടോ? മുബശ്ശിറ ചോദിച്ചു. ഉസ്താദ്, സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ, അദാന് സുന്നത്തില്ല. അപ്പോൾ ബാങ്കും ഇക്കാമത്തും സുന്നത്തുള്ളത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കട്ടെ, അവിടെ ബാങ്കും ഇക്കാമത്തും സുന്നത്തുള്ളവർ നമുക്ക് ഓപ്ഷൻ തരും, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ബാങ്കും ഇക്കാമത്ത് സുന്നത്തുള്ളത് പുരുഷന്മാർക്കാണ്, ഇക്കാമത്ത് മാത്രം സുന്നത്തുള്ളത് സ്ത്രീകൾക്കാണ്, അദാന് സുന്നത്തില്ല. അപ്പോൾ അവിടെ വേറെ ചോദ്യം വരാം, അദാൻ വിളിക്കേണ്ടതില്ല ആര്? സ്ത്രീകൾ. മനസ്സിലാക്കാം. അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കരുത്. അദാൻ വിളിക്കുന്നത് കേൾക്കുമ്പോഴേ സംസാരിക്കാൻ പാടില്ല. ഓത്തും പഠനവും മറ്റുള്ള എല്ലാ സംസാരങ്ങളും നിർത്തണം നമ്മൾ. അപ്പോൾ ഓതുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ അതും പിന്നെ മറ്റു വർത്തമാനങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ നിർത്തണം. അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അദാൻ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നവർ മരിക്കുന്ന സമയം അവരുടെ സമയം മോശമായിരിക്കുന്നു, മരിക്കുന്ന സമയം മോശമാകും, മരണം മോശമാകുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഉസ്താദ് ഓർമ്മപ്പെടുത്തി. അദാൻ വിളിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ത്? ചോദ്യം വരും. എന്താണ്? മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അദാനിന് ശേഷം ദ്വാ ചെയ്താൽ അന്ത്യനാളിൽ എൻ്റെ ഷഫാത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാത്ത് ലഭിക്കും ആർക്കാണ്? ചോദ്യം വരാറുണ്ട്. അദാനിനു ശേഷം ദ്വാ ചെയ്താൽ, അദാനിന് ശേഷമുള്ള ദ്വാ ചെയ്താൽ അന്ത്യനാളിൽ എൻ്റെ ഷഫാത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഉസ്താദ് അദാനിൻ്റെ ദ്വാ ചൊല്ലി, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്തി വസ്സലാത്തിൽ ഖായിമത്തി ആത്തി മുഹമ്മദനിൽ. അപ്പോൾ ഇവിടെ മുകളിൽ നീ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു തൻവീനിനെ കസറുള്ള നൂനാക്കിയതാണ്. മുഹമ്മദനിൽ വസീലത്ത വൽ ഫളീലത്ത വദ്ദറജത റഫിയ വബഅസുഹു മഖാമം മഹ്മൂദനില്ലദി വഅത്തഹു വർസുഖ്നാ ഷഫാതഹു യൗമുൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അപ്പോൾ ഈ ദുആ എല്ലാവരും കാണാതെ പഠിക്കുക. അദാനിന് ശേഷം ദുആ പതിവാക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കും. എക്സാമിന് അവസാനം എഴുതാൻ വരാറുണ്ട്. അദാനിന് ശേഷമുള്ള ദുആ എഴുതുക എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവനായിട്ട് എഴുതണം. പിന്നെ ഖുർആൻ ഹിഫ്ള് എക്സാമിന് ഉസ്താദ് ചോദ്യം ചോദിക്കും. അപ്പോൾ അത് കാണാതെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. കുട്ടികളെല്ലാവരും പറഞ്ഞു. അൽ മുഅദ്ദിനു അത്വലുന്നാസി ഐനാക്കൻ യൗമുൽ ഖിയാമ. അന്ത്യനാളിൽ മുഅദ്ദിനുകൾ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. ആരാണ് ഈ മുഅദ്ദിനുകൾ? മുഅദ്ദിനുകൾ പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നവരാണ് മുഅദ്ദിനുകൾ. അവർ അന്ത്യനാളിൽ ഉന്നത ശീർഷരും, അവർ ശീർഷം എന്ന് പറഞ്ഞാൽ തല ഉയർന്നു നിൽക്കും, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. അപ്പോൾ മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നവർ, അദാൻ വിളിക്കുന്നവർ. മനസ്സിലാക്കുക. ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് അവർ. ആര്? ചോദ്യം വരാറുണ്ട്. ആരാണ്? മുഅദ്ദിനുകൾ. അപ്പോൾ ഇതിന്നൊക്കെ വരുന്ന ചോദ്യമൊന്നും ആരും മനസ്സിലാക്കൂല. അപ്പോൾ അത് പഠിക്കുക. മുഅദ്ദിനുകൾ, അദാൻ വിളിക്കുന്നവർ എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ വേർഡ്സുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. നമുക്ക് പാഠത്തുനിന്ന് 10 ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്കത് നമ്മൾ പാഠം വായിക്കുമ്പോൾ തന്നെ ഓരോരോ ചോദ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി പാഠത്തിൽ നോക്കിയിട്ട് 10 ചോദ്യങ്ങളും ഉത്തരവും നമ്പർ ഇട്ട് പോരാ. അപ്പോൾ നമുക്കത് നോക്കി എഴുതാം. അപ്പോൾ അധിക പേർക്കും ഞാൻ ഇതിൽ എഴുതിയിട്ടൂടെ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു കുട്ടിയെ കണ്ടപ്പോൾ ക്ലാസ് കാണലുണ്ടോ ചോദിച്ചപ്പം നിങ്ങൾ എഴുതിയിടാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ലാസ് കാണലില്ല. അപ്പോൾ നമ്മൾ എഴുതിയിട്ടാൽ നിങ്ങളത് നോക്കി പകർത്തുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ എഴുതിയിടാത്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മാർഗ്ഗമാവില്ല എഴുതിയിടൽ. അത് നിങ്ങൾ അതുപോലെ പകർത്തി വെച്ചാൽ നിങ്ങളുടെ പഠനത്തെ അത് ബാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് പാഠബുക്കിൽ അടയാളപ്പെടുത്തുക, അത് വായിച്ച് എഴുതുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, എത്ര പേര് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്? ഞാൻ എഴുതി ഇടാത്തത് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ടോ? ഒന്ന് കമൻ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർ. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഒന്ന് എഴുതിയിടുക. അപ്പോൾ ഇത് കമൻറ്റ് ഓഫാണെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ അറിയിച്ചാൽ മതി. 82 89 89 29 85. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കാം. ആരാണ് ബാങ്കിൻ്റെ വചനങ്ങൾ സ്വപ്നം കണ്ടത്? ഒന്നത് എഴുതാം. ബാങ്കിൻ്റെ വചനങ്ങൾ സ്വപ്നം കണ്ടതാര്? അബ്ദുല്ലാഹിബ്നു സെയ്ദ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും ഉത്തരവും മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും വാചകങ്ങൾ സ്വപ്നം കണ്ടു. ആരാണ്? അബ്ദുല്ലാഹിബ്നു സെയ്ദ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും ഉത്തരവും അത് എഴുതുക. അദ്ദേഹം അദാൻ നിർവഹിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെയാണ്? രണ്ടാമത്തത്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് അദാൻ നിർവഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത് എഴുതാം. മൂന്നാമത്തത് നമ്മളിവിടെ ഫസ്റ്റ് അടയാളപ്പെടുത്തിയിരുന്നു. അന്ത്യനാളിൽ അത് വിളിച്ചവന് സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലുണ്ട്. അന്ത്യനാളിൽ അത് എന്നുള്ളിടത്ത് അദാൻ വിളിച്ചവന് എന്ന് ചേർത്ത് കൊടുക്കുക. അദാൻ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് വിളിച്ചവന് സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ്? മൂന്നാമത്തത് അദാൻ കേൾക്കുന്ന ജിന്നുകളും മനുഷ്യരും മറ്റു വസ്തുക്കളും. അത് എഴുതാം. 4. എന്താണ് ഇജാബത്ത്? അദാൻ വിളിക്കുന്നവൻ ഓരോ വാചകങ്ങളും പറഞ്ഞു തീർന്ന ശേഷം അതുപോലെ ചൊല്ലലാണ് ഇജാബത്ത്. 4. 5. ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ എന്ന് കേട്ടാൽ എന്താണ് ഇജാബത്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പോൾ അത് 5 എഴുതുക. അതുപോലെ അസ്സലാത്തു ഹൈറും മിനന്നൗം ഏത് ബാങ്കിലാണ്? 6. അപ്പോൾ നമുക്ക് സുബ്ഹി ബാങ്കിൽ എന്ന് എഴുതാം.
ഇനി അസ്സലാത്തു ഹൈറും മിനന്നോ എന്ന് കേട്ടാൽ ഇജാബത്ത് ചെയ്യണം, എന്ത് ചൊല്ലണം എന്നൊക്കെ എഴുതാം. എന്താണ്? സ്വതക്കത്ത വബരിർത്ത. അപ്പോൾ അത് 7ാമത്തെ ചോദ്യവുമായി. അപ്പോൾ ഇക്കാമത്തിലെ വാചകം കദ്കാമത്തി സ്വല എന്ന് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? അക്കാമല്ലാഹു അദാമഹ ജൽനി മിൻ സോലിഹി അഹിലിഹ. 8ാമത്തതായിട്ട് എഴുതാം. പിന്നെയും ഇവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്താണ്? സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അപ്പോൾ അത് ചോദ്യമാക്കിയത് അദാനും ഇക്കാമത്തും സുന്നത്തുള്ളത് ആർക്ക്? അങ്ങനെ എഴുതാം. 9ാമത്തെ ചോദ്യമായി. അപ്പോൾ അതോടെ പുരുഷന്മാർക്ക് എന്ന് എഴുതണം. അപ്പോൾ അദാൻ സുന്നത്തില്ല ആർക്ക്? 10ാമത്തതായിട്ട് അത് എഴുതാം. അദാൻ സുന്നത്തില്ല ആർക്ക്? സ്ത്രീകൾക്ക്. അപ്പോൾ ഒക്കെ ഇവിടെ ഉണ്ട്, ഇത് നോക്കി എഴുതിയാൽ മതി. അദാൻ സുന്നത്തില്ല ആർക്ക്? അദാനും ഇക്കാമത്തും സുന്നത്താണ് ആർക്ക്? പുരുഷന്മാർക്ക്. ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ആർക്ക്? സ്ത്രീകൾക്ക്. അദാൻ സുന്നത്തില്ല ആർക്ക്? സ്ത്രീകൾക്ക്. അങ്ങനൊക്കെ അത് മനസ്സിലാക്കാം. പിന്നെ അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കരുത്. കാരണം എന്താണ്? അദാൻ വിളിക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊരു ചോദ്യമായിട്ട് എഴുതാം. പിന്നെ എൻ്റെ ഷഫാഅത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? അദാനിന് ശേഷം ദുആ ചെയ്താൽ. അപ്പോൾ അതൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾ 10 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതും മനസ്സിലാക്കി പഠിക്കുക. അവിടെ എഴുതിയില്ലെങ്കിലും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, വരാറുണ്ട് എക്സാമിന്. പിന്നെ ഇതിൽ നിന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. എന്താണ്? വസ്വലാത്തി ഡാഷ് ആത്തി മുഹമ്മദിനിൽ വസീല. അപ്പോൾ ഇവിടെ കായിമത്തി നമ്മൾ ചേർത്ത് കൊടുക്കണം. അതേപോലെ എവിടെ നിന്നും വരാം. വദ്ദ റജത്തർ ഡാഷ് വബാസുഹു മക്കാമ. അപ്പോൾ അത് ദുആ നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മളിവിടെ പറഞ്ഞ ചോദ്യമുണ്ട്. അന്ത്യനാളിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് അവർ. ആര്? മുഅദ്ദിനുകൾ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അത് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ട ഇവിടെ എന്താണ്? അദാനിൻ്റെ ശേഷമുള്ള ദുആ ഇവിടേക്ക് പകർത്തി എഴുതുക. അടുത്തതാ അക്കാമല്ലാഹു ആദാമഹ വജാലിനി മിൻ സോലിഹി അഹിലിഹ. അപ്പോൾ അതെന്താണ്? ഹർക്കത്തുകളൊക്കെ നൽകിയിട്ട് ഇവിടേക്ക് പകർത്തി കൊടുക്കാനാണ്. പിന്നെ ഇവിടെ നക്തുബ് അദാന് സുബ്ഹ് മാൽ ഇജാബത്ത്. സുബ്ഹ് ബാങ്കിൻ്റെ ഇജാബത്ത് ചെയ്യുന്നതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ സുബ്ഹ് ബാങ്കിൽ ഇജാബത്ത് ചെയ്യുന്നത് നമ്മൾ ബാങ്ക് അവിടെ കേൾക്കുക. അപ്പോൾ അതിന് ഇജാബത്ത് ചെയ്യുന്നത് രീതിയിൽ ഇവിടെ എഴുതണം. അപ്പോൾ എന്താണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അത് കേട്ട് നമ്മൾ അതുപോലെ പറയും. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതൊക്കെ അതുപോലെ എഴുതാം. പിന്നെ നമ്മൾ കേൾക്കുക ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ എന്നാണ്. അപ്പോൾ ഇവിടെ ഹയ്യാലസ്സലാ എന്ന് കേൾക്കുന്നതിന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പോൾ അത് ഹയ്യാലസ്സലാ എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം 2 പ്രാവശ്യം. അത് 2 പ്രാവശ്യം ഹയ്യാലസ്സലാ. അതുപോലെ അതിൻ്റെ ഇജാബത്ത് അതുപോലെ. പിന്നെ ഹയ്യാലൽ ഫലാ എന്ന് എഴുതിയിട്ട് അതും അതുപോലെ അതിൻ്റെ ഇജാബത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നും അതും എഴുതാം. പിന്നെ സുബ്ഹിൻ്റെ അദാനാണ്. അപ്പോൾ അതിൽ അസ്സലാത്തു ഹൈറും മിനന്നൗ എന്ന് കേൾക്കും. അപ്പോൾ അവിടെ സ്വതക്കത്ത് വബരിർത്ത. അത് അസ്സലാത്തു ഹൈറും മിനന്നൗ 2 പ്രാവശ്യം. അതുപോലെ സ്വതക്കത്ത് വബരിർത്ത എന്നതും 2 പ്രാവശ്യം. പിന്നെ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അവിടെ സുബ്ഹിൻ്റെ ബാങ്കിൻ്റെ ഇജാബത്ത് അവിടെ പൂർത്തിയായി. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നക്തുബുൽ ഇജാബത്ത് ലിൽ അൽഫാലി സാലിയ. ഹയ്യാലസ്സലാ അത് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ഇവിടെ എഴുതി കൊടുക്കാം. ഖദ്കാമത്തി സ്വല. അപ്പോൾ അതോടെ നമ്മൾ നേരത്തെ പറഞ്ഞു അക്കാമല്ലാഹു അദാമഹ വജാലിനി മിൻ സോലിഹി അഹ്ലിഹ. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെയൊക്കെ എഴുതാം. പിന്നെ അസ്സലാത്തു ഹൈറും മിനന്നൗ. അത് സ്വതക്കത്ത വബരിർത്ത എന്ന് അതിൻ്റെ ഇജാബത്ത് അവിടെയൊക്കെ എഴുതാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നോക്കിയിട്ട് എഴുതാ തെറ്റാതെ. അപ്പോൾ അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കുക. ഹർക്കത്തുകളൊക്കെ ഇടാൻ വരും. ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാറുണ്ട്. അത് ലാ ഹൗല വലാ ഖുവത ഡാഷ് അലിയിൽ അലീം.
അപ്പോൾ ഇല്ലാ ബില്ലാഹി നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതാണ് 10ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ. നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.